മഹത്തായ പ്രസ്ഥാനത്തിലാണ് നമ്മളെല്ലാം വന്നു നിൽക്കുന്നത്. ആ പ്രസ്ഥാനത്തിൽ 2000-ഓളം മനുഷ്യർക്ക്, നിരാലംബരായ മനുഷ്യർക്ക് അഭയകേന്ദ്രമായിട്ടുള്ള ഗാന്ധി ഭവൻ മഹത്തായ പ്രസ്ഥാനം. ഞാൻ ഓരോ തവണയും പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ട് ഗാന്ധി ഭവന്റെ നായകൻ, ഗാന്ധി ഭവന്റെ സ്ഥാപകൻ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിന് പത്മഭൂഷണോ ഭാരതരത്നമോ ഒന്നും കൊടുക്കാൻ അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കാത്തത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ നാട്ടുകാരനായ എൻ്റെ ബന്ധു കൂടിയായ കടമൻ രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്, കണ്ണു വേണം, ഇരുപുറം എപ്പോഴും കണ്ണു വേണം, മുകളിലും താഴെയും കണ്ണിൽ എപ്പോഴും കത്തിജ്വലിക്കും, ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. ആ ഉൾക്കാഴ്ച ഉള്ള മനുഷ്യർ എപ്പോഴും എല്ലാ അധികാരത്തിനും മേലെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മഹാമനുഷ്യരെ ആദരിക്കും. അങ്ങനെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള, നന്മയുടെ കയ്യൊപ്പുള്ള മഹാമനുഷ്യനാണ് ഡോക്ടർ പുനലൂർ സോമരാജൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ജന്മദിനം മുതലെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ കാണാപ്പാടമാണ്. പലർക്കും നമ്മുടെയൊക്കെ വീട്ടിൽ പിന്നെ അച്ഛൻ്റെ ജന്മദിനം പോലും ആളുകൾ ഓർക്കുന്നില്ല. എനിക്ക് സോമരാജൻ സാർ എന്ത് ജനിച്ചതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ പിന്നെ